ഉമ്മ എന്നാ ശരി, അൽഹംദുലില്ലാ. നല്ല മക്കളെ കിട്ടി നിങ്ങൾക്ക്. മഹാഭാഗ്യം ഉമ്മ. വർഷവും തിരുന്ന വലിയ സൗഭാഗ്യങ്ങൾ ഇതൊക്കെ തന്നെ. പൊന്നും പണമൊന്നും അല്ല കേട്ടോ. എന്നാ ശരി. കഴിഞ്ഞ വർഷം അടിയുന്നുമ്മ ജനുവരി 16-നാണ്, ജനുവരി അല്ല, ഏപ്രിൽ 16-നാണ് ഉമ്മ ഇവിടെ വരുന്നത്. അതായത് 8 മാസമായി. ഈ 8 മാസം മുമ്പേ വരുമ്പോഴും ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പേരക്കുട്ടിയാന്ന് തോന്നുന്നു, കയ്യിലിങ്ങനെ താങ്ങിയെടുത്തിട്ട് കൊണ്ടുവന്നാണ്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കാല് മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള വലിയ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശരി തന്നെയാണ്. കാലാകെ പഴുത്ത് നാശമോശമായിരിക്കുന്നു, ഒന്നും നടക്കാൻ പറ്റില്ല, ആകെ മോശമായ ഒരു സ്ഥിതി. അന്ന് ഞാൻ ഈ കുട്ടികളോട് ചോദിച്ചത്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇനി ഈ കാല് മുറിക്കേണ്ടി വരില്ല, ഈ കാലിലെ മുറിവ് ഉണങ്ങും എന്നാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും ഉസ്താദെ, എങ്ങനെയെങ്കിലും ഉമ്മന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന്. അത്രമാത്രം മോശമാണ് ഉമ്മാൻ്റെ സ്ഥിതി. കാരണം കാല് മുറിച്ചാൽ പ്രായമുള്ള ആൾക്കാരൊന്നും അല്ലാണ്ടായി മാറും. അങ്ങനെ അവർ സമ്മതിച്ചു. ഞാനന്ന് മരുന്ന് ചെയ്തു, കൃത്യമായിട്ട് അവരോട് വരാൻ പറഞ്ഞു. അവർ പോയി. പിന്നീട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നെ കാണും. അങ്ങനെ ആ കാലിലെ മുറിവുകൾ പൂർണ്ണമായിട്ട് ഉണങ്ങി. ഇതിപ്പം അവർ 7-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ വർഷം 4-ാം മാസത്തിൽ ഇങ്ങനെ കയ്യിൽ താങ്ങിയെടുത്ത് ആ ചെറുമകൻ കൊണ്ടുവന്ന ഉമ്മ ഇന്നിങ്ങനെ നടന്നു വരുന്ന രംഗാന്ന് ഞാൻ കാണും. എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാനിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞത് ഈ കാല് മുറിക്കാണ്ട് രക്ഷപ്പെടാൻ കാരണം ഞാനല്ല എന്നാണ്. സത്യമാണ് ഞാനാ പറഞ്ഞത്, ഞാനല്ല ശരിക്കും. കാരണം ആരാ? ആ മക്കൾ തന്നെയാണ്, ആ പേരക്കുട്ടികളാണ്. കാരണം അവർ കൃത്യമായിട്ട് അവരുടെ ഉമ്മാക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ വാപ്പാക്കൊക്കെ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാറിയതാണ്. ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെന്ത് വേണമെന്നറിയോ? നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്ക് വേണ്ടി കൂടെ നിൽക്കുക. കുറച്ച് നേരത്തെ ഒരു വാപ്പയുടെ കാല് മുറിക്കാനായ കാലാണ്. ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് പത്തിയെടുക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ആ വാപ്പാനെ തിരിച്ചുകൊണ്ടേ. അതിനു മുമ്പേ രാവിലെ ഒരു ഉമ്മാൻ്റെ കാല് മുറിക്കാനായ കാലാണ്, അവർ തിരിച്ചുകൊണ്ടുപോയി. അതിനുശേഷം ഒരു ചെറുപ്പക്കാരി പെണ്ണ് ശരീരം മുഴുവൻ പൊട്ടിയൊലിച്ച് വൃണമായി ചൊറി വന്നിരിക്കുന്ന ഒരു പെണ്ണ് മുറുക്കിയിട്ടുണ്ട് ഇവിടെ ഉണ്ട്. ആ ഭർത്താവിനോട് ചോദിച്ചത് എനിക്ക് ഇവൾക്ക് വേണ്ടി പത്തിയെടുക്കാൻ പറ്റുമെന്ന്. ഭർത്താവ് ശരിയായി. പക്ഷേ ആ സ്ത്രീയുടെ മകള് പ്രസവിക്കാനായി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ചികിത്സ ചെയ്യാണ്ട് പോയി. ഇനി എന്താ സംഭവിക്കുക? ആ ശരീരം വീണ്ടും പൊട്ടിയൊലിച്ച് നാശമായി അവസാന മരണത്തിന് അവർ കീഴടങ്ങും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെയൊക്കെ രോഗം മാറേണ്ടത് ഏതെങ്കിലും ഒരു ചികിത്സകൻ്റെ ആവശ്യമല്ല എന്നാണ്. ഒരു ഡോക്ടർക്കും നിങ്ങളുടെ രോഗം മാറണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നിങ്ങൾക്ക് ചികിത്സ തരാനേ പറ്റൂ, മരുന്ന് നിർദ്ദേശിക്കാനേ പറ്റൂ. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ ഏത് മാരകമായ രോഗങ്ങളെയും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാനാകെ മരുന്ന് കഴിക്കണം എന്നല്ലല്ലോ പറയുന്നത്. ആകെ പറഞ്ഞിട്ട് എന്താ, നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം. അത് പറ്റുമോ നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കൂ. ഈ തമ്മിത്തല്ലിനും കുഴപ്പങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടേ അവനവന് വേണ്ടി കൂടെ നിൽക്കും. ഇപ്പോൾ കുറച്ച് മുമ്പേ ഒരാളോട് ഞാൻ ചായ കുടിച്ചതിനോട് ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾക്കൊന്നും പഥ്യം പറ്റില്ല, പോയിക്കോളുന്നു. കാരണം അയാളിവിടെ 4-ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. വന്ന അന്ന് തന്നെ ഞാൻ പറഞ്ഞാണ് നിങ്ങൾ പഥ്യം കൃത്യമായിട്ട് പാലിക്കണം. അപ്പോൾ ഇന്നെനിക്ക് തോന്നി അയാളെ കണ്ടപ്പോൾ ഇയാൾ പഥ്യമൊന്നും എടുക്കലില്ലാന്ന്. എൻ്റെ നിഗമനം കറക്റ്റായിരുന്നു. ഞാൻ അയാളോട് ചോദിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒരു ദിവസം എത്ര ചായ കുടിക്കുന്നതാണ്? അയാൾ അറിയാണ്ട് പറഞ്ഞു പോയി ഒരു 3-4 എണ്ണം കഴിക്കുന്നു. പിന്നെ അയാൾക്ക് തോന്നി അത് അബദ്ധമാണ്. മൂപ്പര് ഉടനെ പറയാണ് ഇങ്ങനെ ചെറുങ്ങനെ പേരിനൊന്ന് നിറം മാറ്റിയിട്ട് കഴിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ അയാളെ ചികിത്സിച്ചില്ല. ഞാൻ പറഞ്ഞ് നിങ്ങൾ 4 ദിവസം കഴിഞ്ഞ് പോകാൻ പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പോൾ നിങ്ങളാലോചിക്കേണ്ടത്, നിങ്ങളുടെ രോഗം മാറാൻ ഒരാൾ എന്തെങ്കിലും ഒരു വഴി പറയുമ്പോൾ അതിലൊരു സത്യം ഉണ്ടാവും, ഒരു യാഥാർത്ഥ്യം ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇത്രയും ആൾക്കാർ ഇവിടെ കാത്തിരിക്കുമ്പോഴും ഞാനൊരു തിരക്ക് കാണിക്കാണ്ട് ഓരോ ആൾക്കാരോടും സംസാരിച്ചിട്ടാണ് പോകുന്നത്. അതെന്താ കാരണം അറിയോ? നിങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത് പറയാനും ഞാനിവിടെ ഇരിക്കുന്നത് നിങ്ങളെ കേൾക്കാനുമാണ്. അപ്പോൾ ഞാൻ കേൾക്കണമല്ലോ. കേൾക്കാണ്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ രോഗം ഇന്നതാന്ന് പറയുമ്പം ആ രോഗത്തിന് മരുന്ന് തരുന്ന പരിപാടി ഇവിടെ ഇല്ല. രോഗത്തിന് ഇവിടെ ചികിത്സയേ ഇല്ല. ഇവിടെ ഉള്ളതെന്താ? നിങ്ങളുടെ ശരീരത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്,
അത് മാറാനുള്ള ചെറിയ ചെറിയ മാർഗങ്ങൾ മാത്രമേ ഉള്ളൂ, മരുന്നില്ല. പറ്റുമോയെന്ന് ആലോചിച്ച് നോക്കൂ. ആ ഉമ്മാലെ രക്ഷപ്പെട്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഉമ്മയുടെ കാല് കഴിഞ്ഞ വർഷം മുറിച്ചിരുന്ന ഒരവസ്ഥ. ആ ഉമ്മ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടെയുള്ളത്. അപ്പോൾ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടെയുള്ളവർ നിന്നേ പറ്റും. ഉമ്മാക്ക് വേണ്ടിയിട്ട് വാപ്പയും, വാപ്പാക്ക് വേണ്ടി ഉമ്മയും, ഇവർക്ക് വേണ്ടിയിട്ട് മക്കളും, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവും, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക്. ഇപ്പം നേരത്തെ കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ ഉമ്മയാണ്, അവൻ്റെ ഉമ്മയും അവൻ്റെ മരുമക്കളും ചേർന്നിട്ടാണ് അവനെ താങ്ങിയെടുത്ത് ഇവിടെ കൊണ്ടുവച്ചത്. അവൻ പറഞ്ഞെന്തറിയോ, ഞാൻ വണ്ടിയുടെ മുകളിൽ നിന്ന് വീണിട്ടാണ് ഞാനിങ്ങനെ ആയത്. അതോടുകൂടിയിട്ട് ഭാര്യ അവനെ ഒഴിവാക്കി പോയി, മക്കളും പോയി എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണോ നമ്മളൊക്കെ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂട്ടോ. എന്തായാലും സൂക്ഷിക്കൂ, രോഗമൊക്കെ മാറും. ഉമ്മ എന്നാ ശരി, അൽഹംദുലില്ലാ നല്ല മക്കളെ കിട്ടിയെങ്കിൽ മഹാഭാഗ്യം ഉമ്മ. വർഷവും തിരുന്ന വലിയ സൗഭാഗ്യങ്ങൾ ഇതൊക്കെ തന്നെ, പൊന്നും പണമൊന്നും അല്ല കേട്ടോ. എന്നാ ശരി, അൽഹംദുലില്ലാ. നന്നായതിന് നമ്മൾ നന്നാക്കേണ്ട ആവശ്യമില്ല ഉമ്മ. ഉമ്മാൻ്റെ മക്കൾ നല്ലതല്ലേ, പിന്നെ അവർക്ക് വേണ്ടി എന്തിനാ ദുആ ചെയ്യുന്നത്? ആയിക്കോട്ടെ. നിങ്ങളുടെ ലിസ്റ്റ് എവിടെ? നസീമ, മാജിദ